Hey guys, welcome back to our channel. It's me, Nehalal. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് പാലക്കാടുള്ള പോത്തുണ്ടി ഡാമിലേക്കാണ്. ഇത് ഞാനൊരു 2 വർഷം മുന്നേ അവിടെ പോയപ്പോഴത്തേക്ക് എടുത്തു വെച്ചിരുന്ന കുറച്ച് ക്ലിപ്പിങ്സാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നിന്നൊരു 40-41 കിലോമീറ്ററൊക്കെ മാറിയിട്ട് നെന്മാറ നെല്ലിയാമ്പതി റൂട്ടിലായിട്ടാണ് നമ്മുടെ ഈ പോത്തുണ്ടി ഡാം ലൊക്കേറ്റ് ചെയ്യണത്. അപ്പം പോണ വഴികളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ 2 വീലറും 4 വീലർ പാർക്കിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. എൻട്രി ടിക്കറ്റ് ഉണ്ട്. അതിനായിട്ട് അഡൽട്ട്സിന് 20 റുപ്പീസും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 10 രൂപയായിട്ടാണ് വരുന്നത്. ഓപ്പണിംഗ് ടൈം വരുന്നത് 10:30 to 5:30 ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ കാണുന്ന വളരെ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയയിലോട്ടാട്ടോ. ഇതാണ് അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറി ചെന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നെല്ലിയാമ്പതി ഏരിയയാണ് നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ വന്ന കാര്യത്തിലോട്ട് അടക്കാം. ഞാനിവിടെ വന്നത് ആക്ച്വലി ഇവിടുത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനെ കുറിച്ച് കേട്ടിട്ടായിരുന്നു കേട്ടോ. ഇവിടെ സ്കൈ സൈക്ലിങ്ങും ഫ്രീ ഫോളും സിപ്പ് ലൈനൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വന്നത്. ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ സോണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. ആ കാണുന്നത് ടവറല്ലേ, ആ ടവറിലാണ് നമ്മൾ ഈ സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനും ഫ്രീ ഫോളൊക്കെ ചെയ്യുന്നത്. വേറെയും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഈ 2 വർഷം മുന്നേ ഞാൻ പോയെന്ന് പറഞ്ഞില്ലേ, ആ ടൈമിലായിരുന്നു ഇവരിത് ഓപ്പൺ ചെയ്തത് തന്നെ. അപ്പോൾ ഞാൻ സ്കൈ സൈക്ലിങ്ങിൻ്റെയും ഫ്രീ ഫോളിൻ്റെയും ടിക്കറ്റ് എടുത്തിട്ടാട്ടോ ഈ ടവർ കയറുന്നത്. അപ്പോൾ സ്കൈ സൈക്ലിങ്ങിനും ഫ്രീ ഫോളിനും വരുന്നത് 200 റുപ്പീസാണ്. പിന്നെ സിപ്പ് ലൈൻ 100. അത് ഞാൻ ചെയ്തില്ലായിരുന്നു. ഞാനിത് രണ്ടും മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ നമ്മുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സ്കൈ സൈക്ലിംഗ്. ഇത് ചെയ്യാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ആക്ടിവിറ്റി എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആക്ടിവിറ്റി ഫ്രീ ഫോൾ, അത് കുറച്ച് ടൈമൊക്കെ ഞാൻ എടുത്തു. കുറേ എടുത്തു എന്നല്ല, കളഞ്ഞു എന്ന് വേണം പറയാൻ. കുറേ ടൈം ഞാൻ അങ്ങനെ പേടിച്ചൊക്കെ നിന്നു. ഇത് ആക്ച്വലി നമ്മൾ സേഫാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മറ്റേ വലിയ രീതിയിലുള്ള ഫ്രീ ഫോൾ പോലെ ഒന്നും അല്ല ഇത്. ജസ്റ്റ് അവരൊരു റോപ്പ് പോലത്തെ സംഭവമുണ്ട്, അത് നമ്മുടെ മറ്റേ ഒരു ബെൽറ്റ് പോലെ സംഭവം വന്നിട്ടില്ലേ, അതിനകത്ത് അവർ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ ചാടുന്നതനുസരിച്ച് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് അത് താഴത്തോട്ട് വലിഞ്ഞ് അങ്ങനെ പോണതാണ്. അല്ലാണ്ട് ഒരു പ്രശ്നം ഇതിനകത്തില്ല. പക്ഷെ ഞാൻ ഭയങ്കര പേടിച്ചിട്ട് കുറേ നേരമൊക്കെ സമയം കളഞ്ഞ് അവിടെ നിന്ന്. കോമഡി ആയിരുന്നു, ചെറിയ രീതിയിൽ ട്രാജഡി ആവാൻ പോയി. അവസാനം ഞാൻ ചാടാം എന്ന് തീരുമാനിച്ച് അവരോട് ഞാൻ പറഞ്ഞു ബാക്കിൽ തള്ളിക്കോളാൻ. അങ്ങനെ എൻ്റെ ബോഡി പ്രതികരിക്കുക എന്നൊക്കെ പറയില്ലേ, ഒരാൾ തള്ളുമ്പോഴത്തേക്കും നമ്മൾ പിടിച്ചേക്കുക, അതേപോലെ ആയി. അവരെന്നെ തള്ളിയപ്പോഴത്തേക്കും ഞാൻ ആ കാണുന്ന കമ്പിയിൽ കയറി പിടിച്ചു. അവസാനം കുറച്ച് നേരം കുരങ്ങൻ തൂങ്ങി കിടക്കണ പോലെ ഇതേപോലെ തൂങ്ങി കിടന്നു. പിന്നെ അവിടെ നിന്ന് വലിഞ്ഞ് താഴത്തോട്ട് പോകുന്നു. എൻ്റെ അപ്പുറത്തു നിന്നൊക്കെ ആളുകളൊക്കെ വന്നായിരുന്നു. എന്തായാലും രണ്ടാമത്തെ ചാട്ടം ഞാൻ ഇത്രയും സമയം കളഞ്ഞില്ല. ഞാൻ ധൈര്യത്തോടെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാനത് ചാടി. ഇതേപോലെ പിടിച്ചൊന്നുമില്ല, ഞാൻ ചാടി. അങ്ങനെ അതവിടെ തീർന്നു. അപ്പോൾ ഞാനിപ്പോൾ കയറി വന്നപ്പോഴത്തേക്കും അവർ ചെക്ക് ചെയ്യുമായിരുന്നു എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. കാരണം കമ്പിയിൽ ഇങ്ങനെ
തട്ടുന്നല്ലോ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് തന്നെ അവർ ചെയ്യണം കേട്ടോ. പിന്നെ അവർ നമ്മളോട് ആദ്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ അവിടെ ഇവിടെ കയറി പിടിക്കരുതെന്ന്. പിന്നെ ഞാനത് കേൾക്കാണ്ട് കയറി പിടിച്ചു, അങ്ങനെ ഉണ്ടായ പ്രശ്നമാണ്. അല്ലാണ്ട് ബാക്കിയെല്ലാം തന്നെ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ഈ പ്രാവശ്യത്തെ ചെറിയ രീതിയിലുള്ള സാഹസമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ.